ദിറാങ്ങിലൊരു ഹോം സ്റ്റേയിലാണ് ഞങ്ങളുള്ളത്. വളരെ പീസ് ആൻഡ് കാമായിട്ടുള്ളൊരു അന്തരീക്ഷം. കുറച്ച് ദിവസം അവധിയെടുത്ത് നമുക്ക് ഇവിടെ തന്നെ താമസിച്ചാലോ എന്ന് തോന്നും. രാവിലെ തന്നെ ഇതിൻ്റെ ഓണറെ കാണാൻ പോയപ്പോൾ അദ്ദേഹം ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഗാർഡനിലാണ്. കുറച്ചധികം പഴങ്ങളും പച്ചക്കറികളും അദ്ദേഹം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ എല്ലാവരും അവരവർക്ക് വേണ്ട പച്ചക്കറികൾ അവരുടെ സ്ഥലങ്ങളിൽ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. അവിടുത്തെ മരത്തുനിന്ന് ഓറഞ്ച് പറിച്ച് അദ്ദേഹം ഞങ്ങൾക്ക് തന്നു. ഈ കാണുന്നത് അവക്കാഡോയുടെ ഒരു മരമാണ്. ഓറഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ചെറിയ സൈസിലുള്ള തേൻ പോലെ മധുരമുള്ള ഓറഞ്ചുകളായിരുന്നത്. നല്ലൊരു കളറും ഈ ഓറഞ്ചിനുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ഈ കാണുന്നത് ഗ്രീൻ പീസിൻ്റെ ചെടികളാണ്. ആദ്യമായിട്ടാണ് ഇത്രയും ഫ്രഷ് ആയിട്ട് ഓറഞ്ച് പറിച്ച് ഞങ്ങൾ കഴിക്കുന്നത്. ഇതിന്ന് കുറച്ചധികം അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോകാനും തന്നു. പിന്നീട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ബുദ്ധിസ്റ്റ് ഫ്ലാഗിനെ പറ്റി ചോദിച്ചു മനസ്സിലാക്കി. ഞങ്ങൾ ഇത്രയും നാൾ വിചാരിച്ചിരുന്നത് അത് ബുദ്ധിസ്റ്റ് ഫ്ലാഗ് ആണെന്നാണ്. അദ്ദേഹമാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് അത് ടിബറ്റൻ പ്രയർ ഫ്ലാഗ് ആണെന്ന്. അതിലെ ഓരോ നിറത്തിനെ പറ്റിയും അതിൻ്റെ അർത്ഥത്തിനെ പറ്റി അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇത് അവിടുത്തെ പൂജാമുറിയാണ്. മാഗി വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വെജ് ഫ്രൈഡ് റൈസാണ് ഞങ്ങൾക്ക് ഉണ്ടായി തന്നത്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ള വെജ് ഫ്രൈഡ് റൈസിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു അതിൻ്റെ ടേസ്റ്റ്. ഒരു പ്രത്യേക തരം സ്റ്റിക്കി റൈസും പിന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള സോസും അവിടെ തന്നെ ഉണ്ടായ ഗ്രീൻ പീസും ഒക്കെയാണ് അതിനകത്ത് ഉപയോഗിച്ചിരുന്നത്. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു.